ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്നുള്ള നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു കഥയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നാം. കാരണം ഇതൊരു തനി മലയാളത്തിലെ നാടൻ എഴുത്താണ് അല്ലേ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു, എറൊക്കെ വരുന്നത് അല്ലേ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്നാണ് കറക്റ്റായി നമ്മൾ സംസാര ഭാഷയിൽ വരുമ്പോൾ. അപ്പോൾ ഇത് എഴുതുന്നത് കണ്ട് എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നാടനാണ്, അല്ലെങ്കിൽ എത്രത്തോളം നല്ലൊരു സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള ഒരു പാഠമാണെന്നുള്ള ഈ ഒരു പാഠത്തിൻ്റെ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി കൂടുതൽ മിസ് പറയുന്നില്ല, കാരണം ഇത് എഴുതിയത് ആരാന്ന് നമുക്കറിയാം. വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കേരളക്കരയാകെ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ബേപ്പൂർ, കോഴിക്കോട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോഴിക്കോട് ജില്ല, അവിടെയുള്ള ബേപ്പൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്നൊക്കെ പറയും അല്ലേ. അതാണ് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളിലും പ്രത്യേകത എന്താണ്? അദ്ദേഹം തനി സാധാരണക്കാരുടെ ഭാഷയായ സാധാരണമായ ഭാഷയിലുള്ള ഇൻ്റെ ഉപ്പൂപ്പ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സംസാര ഭാഷയിലൂടെ കറക്റ്റ് നമ്മളെ ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന പല കഥകളുമാണ് അദ്ദേഹം എഴുതിയത്. അതിലൊരു ഭാഗമാണ് നമ്മുടെ എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം മിസ് പറയാം. എന്താണ് ഇത്, ആരെ പറ്റിയാണ്, എന്താണെന്നൊക്കെ മിസ് അതിൻ്റെ ഒരു സന്ദർഭം ജസ്റ്റ് പറയുന്നത്. നമുക്ക് കഥ വായിക്കാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു എക്സാമിന് വരുമ്പോൾ ചോദ്യം എന്താ ഉണ്ടാവുക? എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് ചോദിക്കും, അത് നിങ്ങൾ എഴുതണം. പിന്നെന്താ ചോദിക്കും, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഠഭാഗം വെച്ച് അദ്ദേഹത്തിനെ പറ്റി ഒരു അപഗ്രഥനം അല്ലെങ്കിൽ ആശയ വിശകലനം തയ്യാറാക്കാൻ 12 മാർക്കിന് വലിയൊരു എസ്സേ പ്രതീക്ഷിക്കാം. അതിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് പറയുന്ന ഈ ഒരു പാഠഭാഗത്തെ ആസ്പദമാക്കി 1.5 പുറത്തിൽ കവിയാതെ എഴുതുക എന്നുള്ള അതിനൊരു ആൻസറാണ് മിസ് പറയുന്നത്. അതെന്തും കൂടിയാണ്, നമ്മുടെ ആസ്വാദനക്കുറിപ്പും കൂടിയാണ്. അതും കൂടാതെ എന്തുമാണ്, കഥയുമാണ്. നിങ്ങൾക്ക് എന്താണ് കഥ എന്ന് മനസ്സിലാവണ്ടേ, അതും കൂടിയാണ്. അപ്പോൾ ഇത് ആരെ പറ്റിയാണ് ഈ കഥ പറയുന്നത്? ഒരു കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, കുഞ്ഞിപ്പാത്തുമ്മയെ പറ്റിയാണ് പറയുന്നത്. കുഞ്ഞിപ്പാത്തുമ്മ ആരാണ്? ബഷീറിൻ്റെ ഒരു എന്താ പറയുക, മിസ് വായിച്ചില്ല. കുഞ്ഞിപ്പാത്തുമ്മ മുറ്റത്ത് വെച്ച ഒരു ഇത് തുടങ്ങുന്ന തന്നെ ഒരു കുരുവികളുടെ കഥയാണ്. കുഞ്ഞിപ്പാത്തുമ്മ എന്ന കഥാപാത്രം ബഷീറിൻ്റെ സൃഷ്ടിയാണെങ്കിലും ഈ കുഞ്ഞിപ്പാത്തുമ്മ ഒരു എന്താ പറയുക, നന്മ ഉള്ളൊരു ഒരു കുട്ടിയാണ് കുഞ്ഞിപ്പാത്തുമ്മ. ഈ 2 കുരുവികൾ തമ്മിലുള്ള കുഞ്ഞിക്കുരുവികൾ 2 തമ്മിലുള്ള കുഞ്ഞിക്കുരുവികൾ തമ്മിലുള്ള പ്രണയ കല, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുമല്ലോ, പ്രണയത്തിലൂടെ ഒരു ഇതുണ്ടാവുമല്ലോ, പിണക്കം. ആ പിണക്കം കാണുന്നതും കുഞ്ഞിക്കുരുവിക്ക് പരിക്ക് പറ്റുന്നതും ഒരു കുഞ്ഞിക്കുരുവി തോട്ടിലേക്ക് വീഴുന്നതും നമ്മുടെ പാത്തുമ്മ എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിക്കുരുവിയെ രക്ഷിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണം, കുഞ്ഞിപ്പാത്തുമ്മയുടെ ഒരു കൺസെപ്റ്റിൽ, സങ്കല്പത്തിൽ കുഞ്ഞിപ്പാത്തുമ്മ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നതും. പിന്നീട് തോട്ടിൽ ഇരുന്ന കുരുവിയെ രക്ഷിക്കാൻ കുഞ്ഞിപ്പാത്ത് ഇറങ്ങുമ്പോൾ അബ്ദുൽ നിസാർ എന്ന് പറയുന്ന ഒരു നിസാർ അഹമ്മദ് എന്ന വേറൊരു കഥാപാത്രം അത് നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മയെ രക്ഷിക്കുന്നതും. അപ്പം ഇങ്ങനെ തോട്ടിൽ നിന്ന് കൈപിടിച്ച് കയറ്റി. അപ്പം ആ പഴയ ഒരു കാലത്ത് നിന്ന് പുതിയൊരു കാലത്തിലേക്ക് പാത്തുമ്മയെ അങ്ങോട്ട് കരകയറ്റുന്നു. അവിടെ ഒരു പ്രണയം തുടങ്ങുന്നുണ്ടോ എന്നും കൂടി ആര് പറയുന്നു? സംശയമാണെന്ന് നമ്മുടെ ബഷീർ പറയുന്നു. അതാണ് നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ കഥ. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത്. മിസ് അതിനെ ജസ്റ്റ് അനലൈസ് ചെയ്യാനുള്ളതാണ് വായിക്കുന്നത്. കുഞ്ഞിപ്പാത്തുമ്മ മുറ്റത്തുനിന്ന് വെച്ചൊരു കുരുവിയുടെ കരച്ചിൽ കേട്ടു. അങ്ങ് ചെന്നപ്പോൾ അവൾ കാണുകയും ചെയ്തു. 2 കുരുവികൾ തമ്മിൽ കൊത്തുപിടിക്കുന്നു. അതിലൊന്നും വല്ലാതെ നിലവിളിക്കണം. അപ്പോൾ 2 ഭാര്യ ഭർത്താവായിരിക്കും, 2 കുരുവികൾ തമ്മിൽ അടിയാണ്. ഒരു കുരുവി കരയുന്നു. അവരെന്തിനാണ് വഴക്കുന്നത്? കുഞ്ഞിപ്പാത്തുമ്മ ഷൂ എന്നുള്ള ഒച്ചയൊക്കെ ഉണ്ടാക്കി. അത് 2 പറന്ന് ദൂരെ പോയി. ആമ്പൽപ്പുകയുടെ അടുത്തുകൂടി അടുത്ത പുരയിടത്തിലേക്ക് പാറി പറന്നു പോയി. പിന്നീട് പൂളമരത്തിലിരുന്നു. വീണ്ടും കൊത്തുപിടിക്കുന്നത് കാണും. തന്നെയുമല്ല, ഒന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്ന കോഴിക്കുഞ്ഞിനെ എന്നതുപോലെ കൊണ്ടുപോവുകയാണ്. അവൾക്ക് വലിയ വിഷമം തോന്നി. അവൾ പാളയും കയറും താഴെയിട്ട് ഓടിച്ചെന്നു. അപ്പോൾ കിണർവക്കത്താണ് നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുരുവി ഇങ്ങനെ പാറി പറഞ്ഞതൊക്കെ കുരുവി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിപ്പാത്തും ഓടിപ്പോവാണ്. എന്തിനാ വയക്കണത്, ചുമ്മാതിരി. അവൾ സാധ്യതയോടെ പറഞ്ഞു നോക്കി, വളരെ സാധ്യതയോടെ. അപ്പോൾ അവൾ കുരുവിയോട് സംസാരിക്കുകയാണ്. കുരുവികൾ കൂട്ടാക്കുന്നൊന്നുമില്ല. രൗദ്രതയോടെ അവർ വന്നു പിന്നെയും കൊത്തുകയാണ്. എന്തൊരു വലിയ മൂച്ച് എന്ന് പറഞ്ഞാൽ എന്തൊരു ദേഷ്യം.
സ്വതന്ത്രമായ പക്ഷികൾ തമ്മിൽ വഴക്കിടുന്നത് ആദ്യമായിട്ടല്ല അവൾ കാണുന്നത്. പരുന്ത്, കാക്ക, മൈന ഇവരൊക്കെ എന്ത് ചെയ്യും, വഴക്കിടുന്ന ഇടാറുണ്ട്. കോഴികൾ തമ്മിൽ കൊത്തുപിടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നിനെ പിടിച്ചു മാറ്റും. അങ്ങനെ ചെയ്തില്ലേ കൊത്തി കൊത്തി ഒന്നൊന്നിനെ കൊല്ലും. കുഞ്ഞിപ്പാത്തുമ്മ വീണ്ടും വീണ്ടും പറഞ്ഞാൽ കേൾക്കല്ലോ, നിങ്ങൾ എന്തിനെങ്ങനെ കൊത്തുപിടിക്കുന്നത്, കുരുവിയോട് സംസാരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മ. ആ വഴക്കിൽ ഒരെണ്ണം അങ്ങനെ ഇടപെട്ടുണ്ടായിരുന്നു. ആ വഴക്കിൽ ഒരണ്ണാനും ഇടപെടുന്നുണ്ടായിരുന്നു. അതാ പുളിയുടെ തടിയിൽ പറ്റിയിരുന്ന് ദൂസ് ദൂസ് എന്ന് വിലക്കുന്നുണ്ടായിരുന്നു. അണ്ണാനോട് കുഞ്ഞിപ്പാത്തുമ്മ പറഞ്ഞാൽ കേട്ടൂടാ അണ്ണാനോട്. അതായത് കുരുവി, അണ്ണാൻ, കാക്ക, പരുന്ത് തുടങ്ങിയ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ കാണപ്പെടുന്ന ചില പക്ഷികളോടാണ് നമ്മുടെ കിന്നാരം. ആരുടെ കിന്നാരം? നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ കിന്നാരം. പക്ഷികളുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവ ഇടപെടുന്നതും ശരിയല്ല എന്നൊരു പരുഷമായ ഉപദേശം എന്നാണ്. ഒരു മരം കൊത്തി ചിലച്ചു. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, എക്സാമിന് വരെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? മരം കൊത്തി ചിലച്ചത് എന്ത് ഉദ്ദേശത്തിലാണ്? എന്താണ്? പക്ഷികളുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവർ ഇടപെടുന്നത് എന്തിനാണെന്നാണ്. മരം കൊത്തി എന്നുള്ള ഉദ്ദേശത്തിലാണ് മരം കൊത്തി ചിലച്ചത്. മറന്നുപോവോ? എന്തിനാണ് മരം കൊത്തി ചിലച്ചത്? നിങ്ങൾ പറ, എന്തിനാ ചിലച്ചത്? പക്ഷികളല്ലാത്തവരുടെ കാര്യത്തിൽ മനുഷ്യർ എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മരം കൊത്തി. അതുകൊണ്ടാണ് മരം കൊത്തി ചിലച്ചത് എന്ന്. പിന്നെ കുരുവികൾ പറഞ്ഞ് മറ്റൊരു വൃക്ഷത്തിലിരുന്നു. അങ്ങനെ വഴക്കാരംഭിച്ചു. കൊത്തുകൊണ്ട് ദയനീയമായ നിലവിളിയോടെ വീണ് രണ്ടും കൈയും വിടർത്തി ഭൂമിയെ അവസാനമായി ആലിംഗനം ചെയ്യുന്ന ഒരു മനുഷ്യജീവിയെ പോലെ ആ കുഞ്ഞു കുരുവി ചിറക് കമിഴ്ന്നടിച്ചു താഴോട്ട് വീണു. നോക്കിയേ കുഞ്ഞിപ്പാത്തുമ്മ ഹൃദയം തോന്നുന്നു, എന്തൊരു കരുതലാണ് ഈ കാട്ടിയെന്നൊക്കെ. എന്താ ഈ കാട്ടിയെന്ന് മറ്റേ കുരുവിനോട് ചോദിക്കുക, എന്തിനാണ് ഈ കുഞ്ഞിക്കുരുവിയെ തള്ളിയിട്ടത്? അങ്ങനെ അവൾ തോടിന്റെ അടുത്ത് അവിടേക്കാണ് വീണത്. താഴേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കാൻ ഒരു വഴിയുമില്ല. അതിൻ്റെ ജീവൻ പോയി കാണുമോ? അതിൻ്റെ വായിലൊരു തുള്ളി വെള്ളം ഇട്ടിച്ചു കൊടുത്ത ഒരു പക്ഷെ ജീവിക്കുമായിരിക്കും. അപ്പോൾ നല്ല നന്മയുള്ള കുഞ്ഞിപ്പാത്തുമ്മയുടെ ഒരു സ്വഭാവ ചിത്രീകരണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. കുഞ്ഞിപ്പാത്തുമ്മയുടെ നന്മ നിറഞ്ഞ മനസ്സ് കാണുന്ന ഒരു സന്ദർഭം വിശദമാക്കുക. എന്താണ് സന്ദർഭം? അപ്പം മിസ് ക്വസ്റ്റ്യനും പറയുന്നുണ്ട്, ആൻസർ പറയുന്നുണ്ട്, നമ്മളെ കഥ പോകുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, വേറെ ഇതിലേക്ക് ശ്രദ്ധ പോകാൻ പാടില്ല, എന്നാലേ മനസ്സിലാവുള്ളൂ. താഴേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ്? രണ്ട് കുരുവികൾ തമ്മിൽ കൊത്തുകൂടിയപ്പോൾ ഒരു ആൺകുരുവി പെൺകുരുവിയെ താഴെ ഇട്ടപ്പോൾ അത് എവിടെ പോയി വീണു? അത് തോട്ടിന്റെ വക്കത്ത് വീണപ്പോൾ അതിനെ രക്ഷിക്കാനും ഇത്തിരി വെള്ളം കൊടുക്കട്ടെ, അത് മരിച്ചു പോയി കാണുമെന്ന് വേദനയോടെയുള്ള കുഞ്ഞിപ്പാത്തുമ്മയുടെ ആത്മഗതം കാണുമ്പോഴാണ് കുഞ്ഞിപ്പാത്തുമ്മ എത്രത്തോളം നന്മയുള്ള കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യങ്ങൾ പോവും, നമ്മളെ പാഠവും മുന്നോട്ട് പോകും കേട്ടോ. അങ്ങനെ എന്തുമാത്രം ഇലകളായിരിക്കും ഈ വൃക്ഷം. അങ്ങനെ അവൾ വൃക്ഷത്തിന് മേലോട്ട് നോക്കി. തുള്ളി വെള്ളം ഇറ്റിച്ചു കൊടുത്താൽ പക്ഷെ ജീവൻ വെക്കും. എന്നാൽ അതിന്റെ പേരെഴുതിയ മുൻതായുടെ കൊച്ചു ഇല വീണ് കാണും. ആ വൃക്ഷം എത്ര വലുതാ, എന്തുമാത്രം ഇലകളായിരിക്കും. എല്ലാ ഇലകളും ഒരുപോലെ ആയിരിക്കില്ലേ? എറുമ്പിന്റെ പേരെഴുതി കുഞ്ഞിലയിലായിരിക്കും, അതിനേക്കാൾ വലുതായിരിക്കും. കുരുവിയുടെ പേരെഴുതി, ആനയുടെ പേരെഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞിപ്പാത്തുമ്മ കടൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആനയേക്കാൾ വലിയ ജീവിയായ തിമിംഗലത്തിന്റെ കാര്യം ഓർക്കാതിരി. അത് വൈക്കം മുതൽ കളിയാക്കി പറയാം അല്ലെ, നർമ്മത്തിലൂടെ പറയണം. അതായത് കുഞ്ഞിപ്പാത്തുമ്മ കണ്ട ഏറ്റവും വലിയ ജീവി ആനയാണ്. അതിനിപ്പുറത്ത് തിമിംഗലം ഉണ്ട് എന്നുള്ള ആർക്കും അറിയില്ല, നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് അവൾ ഓർക്കാത്തതെന്ന്. അവളുടെ ഉപ്പൂപ്പായുടെ ആനയുടെ പേരെഴുതിയില്ലെങ്കിൽ ഷജ്റത്തുൽ മുൻതാഹയുടെ ചുവട്ടിൽ വീണ് കിടപ്പുണ്ടാവണം. അതൊരു പക്ഷേ പൊടിഞ്ഞ് സ്വർഗത്തിലെ മണ്ണിൽ ചേർന്ന് കാണുമോ? സ്വർഗത്തിൽ മണ്ണാണോ ഉള്ളതെന്ന് കുഞ്ഞിപ്പാത്തുമ്മക്ക് അറിഞ്ഞുകൂടാ. അവൾ തോട്ടിന്റെ വക്കിലുള്ള പാണൽ ചെടിയിൽ പിടിച്ചുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ ഭാവിച്ചതും ചവിട്ടിയിരുന്ന കട്ടയും പിടിച്ചിരുന്ന പണെല്ലാം കൂടി കറുകു പുതുന്ന് അവൾ മറിഞ്ഞു താഴെ വീണ് ഒരുമിച്ചായിരുന്നു. എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞ് അവൾ വീണ് എവിടെയെല്ലാം തട്ടുകയും മുട്ടുകയും ചെയ്തു. കീറിയത് എടുത്ത കയ്യിലെ മുട്ടിനടിയിലാണ്. അവിടെ നല്ലപോലെ ചോര വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വീണപ്പോൾ കയ്യിൻ്റെ അവിടെ എന്താ ചോര പറ്റി. അതൊന്നും അവൾ അറിഞ്ഞില്ല. അവൾക്ക് ദാഹവും വിശപ്പും പുകച്ചിലൊക്കെ വന്നു. അങ്ങനെ വീണപടെ അവൾ കുരുവിയെ എടുത്തു. ഏതായാലും തോട്ടിൻ്റെ അങ്ങോട്ട് വീണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ആരെ കിട്ടി? കുരുവിയെ എടുത്തു. അതിനെ ജീവൻ പോയി കഴിഞ്ഞു എന്ന് അവൾക്ക് തോന്നി. അതിന് ശകലം വെള്ളം കൊടുത്തു നോക്കിയാലോ? അപ്പോൾ അവൾ ചോര ഒലിക്കുന്നത് കണ്ടിട്ടോ കുരുവിക്ക്. നീ കാരണം കൈയെല്ലാം കീറി എന്ന് പറഞ്ഞിട്ട് ഓളെ കൈമിലും ചോര എന്ന് പറഞ്ഞ ഇടത് കൈയുടെ വിരലും അവൾ അതിൻ്റെ ചുണ്ടുകൾ പതുക്കെ പിളർത്തി വലതുകയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുള്ളി ചോര എടുത്ത് അതിൻ്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ചിറകുകൾ ശരിക്ക് വെച്ചു. പതുക്കെ തിരിച്ചതിനെ വയറ് കണ്ടപ്പോൾ റബ്ബേ കെട്ടിയോളാണ് എന്നവൾ അന്തം വിട്ട് പറഞ്ഞു പോയി. ലേശം ചുമപ്പുള്ള കഞ്ഞിപ്പാടം മതി അതിൻ്റെ വയറ്റിലെ തൊലി. പൂടകളുടെ രക്തം 2 ചെറു മുട്ടകൾ അവൾ ബാപ്പയുടെ കഴുത്തിന് ഞെക്കി കൊല്ലാൻ പോയ ഈശോ. കെട്ടിയോൻ കുരുവി എന്തിനാ കെട്ടിയോള് കുരുവിനെ കൊത്തി കൊല്ലാൻ പോയത്? അപ്പം അതൊരു പെൺകുരുവിയാണെന്ന് നമ്മുടെ പാത്തുമ്മ തിരിച്ചറിഞ്ഞു. കുരുവിയുടെ വയറ് നോക്കുമ്പോൾ 2 മുട്ട പോലെ തോന്നി. അപ്പം എന്തിനാ കെട്ടിയോൻ കുരുവി അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, എപ്പോഴാണ്
നമ്മുടെ പാത്തുമ്മ കെട്ടിയോൾ കുരുവിയെ ഉപദ്രവിച്ചത് എന്ന് എപ്പോഴാണ് പറഞ്ഞത്? അപ്പൊ എപ്പോഴാ പറഞ്ഞത്? അതിനെ രക്ഷിച്ച് കയ്യിലെടുത്ത് പുറത്തേക്ക് വന്ന് കയ്യിൽ നോക്കിയപ്പോഴാണ് കുരുവിയുടെ മുട്ട കണ്ടത്. അതൊരു പെൺകുരുവിയാണ് തിരിച്ചറിഞ്ഞതും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ അതിന് ജീവൻ പോയിട്ടില്ല, അവൾക്ക് മനസ്സിലാകുന്നത്. കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇത്, കണ്ണുകളിലൂടെ അതിന് ജീവൻ അവൾ കണ്ടു. അങ്ങനെ സാവധാനം അവൾ എന്ത് ചെയ്തു, തോട്ടിൽ കയറാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് പിന്നെ അപരിചിതനായ ഒരാണിന്റെ ചോദ്യം. പെട്ടെന്ന് ഒരാൾ ചോദിക്കണ, കുരുവിക്ക് ജീവൻ ഉണ്ടോന്ന്. പെട്ടെന്ന് അവൾ മേലോട്ട്, ആരാപ്പത് ചോദിക്കുന്ന ചോളും ഇങ്ങനെ ചുറ്റും നോക്കി. ആരിത്? അവൾ മിണ്ടിയില്ല, കേട്ടില്ലെന്ന് വിചാരിച്ചു. എന്തൊരു പോക്കണം കേടാണ്. അവൾ മുഖം കുനിച്ച് നിലത്ത് നോക്കിക്കൊണ്ട് നിന്നു. കരിയിലകളിൽ വീണ് കിടക്കുന്ന അവളുടെ ചോരയുടെ ചുറ്റും 500 എറുമ്പുകൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ ചോര വീണിട്ട് എറുമ്പൊക്കെ കൂടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കെട്ടിയോൻ പ്രായം കഴിഞ്ഞിരിക്കുന്ന മുസ്ലിം പെണ്ണ് കണ്ടിട്ടും കെട്ടിയിട്ടും ഒരു ആൺപിറന്നോട് വർത്തമാനം പറഞ്ഞു. അതോർത്തവൾ കുഞ്ഞിപ്പാത്തും ആകെ പുകഞ്ഞില്ലാതെ. അപ്പൊ കുഞ്ഞിപ്പാത്തുമ്മക്ക് എന്താണ്, ഒരു വിവാഹപ്രായത്തിന്റെ ഏകദേശ സമയമായിരുന്നു. അപ്പൊ ഈ ചെക്കനോട് വർത്താനം പറയുമ്പോൾ അവയാക്കും എന്ത് വിവാഹപ്രായത്തിന്, ആ സമയത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെയാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ സംശയം. അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറുവശം ചില കട്ടകൾ അടർന്നു വീഴുന്നത്. ഇറങ്ങി വരികയാണ് വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും തരും. അപ്പോഴാണ് അവൾ നോക്കുന്നത് ആരാന്ന്, വെളുത്ത മുണ്ടും. അപ്പൊ ആ യുവാവ് ആരായിരുന്നു, യുവാവിന്റെ വേഷവിധാനം എന്തായിരുന്നു? അടുത്ത ചോദ്യം എന്താണ്? യുവാവ് ധരിച്ചത് വെള്ളമുണ്ടും വെള്ള ഷർട്ടുമായിരുന്നു. ഇടത്തെ കൈ തന്നെ പൊന്നിന്റെ വാച്ചുണ്ട്, മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. അത്രേ അവൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്താണ് അവളുടെ രൂപത്തിൽ എന്താണ് കണ്ടത്? ഒരു വിവാഹപ്രായത്തിൽ ചെക്കൻ എങ്ങനെ? അപ്പൊ അതിന്റെ ആൻസറാണ് മിസ് പറഞ്ഞത്. പാണൽ ചെടികളിൽ പതുക്കെ ഇറങ്ങി വരുമ്പോഴാണ് അവൾ വീണ മാതിരി വീഴിലെ. ഈ വയസ്സിനിടയ്ക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, അത്ഭുതകരമായ പ്രവൃത്തി. അപ്പൊ ഈ വയസ്സിൽ നിന്നെപ്പോലെ നന്മ നിറഞ്ഞൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നിസാർ അഹമ്മദ്, അവന്റെ പേരാണ് നിസാർ അഹമ്മദ്, അങ്ങനെ ചോദിച്ചത്. പേരെന്താന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പേര് കുഞ്ഞിപ്പാത്തുമ്മ. നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുട്ടിന്. അപ്പോൾ അവൾ നിന്റെ പേരെന്ന് വെച്ചപ്പോൾ കയ്യെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ കൈ മുറിഞ്ഞു. അവൾ കൈ തിരിച്ചു നോക്കി. എന്തോ കല്ലോ കുറ്റിയോ കണ്ട് മുറിഞ്ഞതാണ്. നോക്കട്ടെ ചെറുപ്പക്കാരൻ, കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കൂ, ചോര പോകാതിരിക്കട്ടെ. എന്നിട്ട് ചെറുപ്പക്കാരൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ തൂവാലെടുത്ത് കീറി എല്ലാം ഏച്ച് കെട്ടി അവളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പെട്ടിയിട്ട് അതിൽ സിഗരറ്റ് എടുത്ത് അതിൻ്റെ കടലാസ് പൊളിച്ച് പുകയില മുഴുവൻ ഉള്ളം കൈയിലേക്ക് ഇട്ട് കൈ അല്പം താഴ്ത്തു. അവൾ കൈ അല്പം താഴ്ത്തിയപ്പോൾ മുറിവിൽ പുകയില വെച്ച് കെട്ടിക്കൊടുത്തു. അവളുടെ ആൺപ്രദേഹത്തേക്ക് തൊട്ട് പിന്നെ എന്തായാലും ശകലം വിഷമത്തോടെ അതിൽ സങ്കടമൊന്നും, ചെറുപ്പക്കാരൻ്റെ കയ്യിൽ തൻ്റെ ചെറുവിരലില്ല, അത് മുറിച്ച് നീറ്റലുണ്ട്. അങ്ങനെ ആ യുവാവ് അവൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അത് കെട്ടിക്കൊടുക്കുകയാണ് മുറിവ്. അങ്ങനെ കുഞ്ഞിപ്പാത്തുമ്മ മുകളിലേക്ക് എങ്ങനെ കയറും? കുഞ്ഞിപ്പാത്തുമ്മ വഴിയൊന്നും കണ്ടില്ല. എങ്കിലും അവൾ പരിഭ്രമോ പേടിയോ തോന്നിയില്ല. അവൾ മെല്ലെ കുരുവിയെ കയ്യിലെടുത്തു. എന്നാൽ നമുക്ക് ചിറകുണ്ടാക്കാം എന്നും പറഞ്ഞു കുഞ്ഞിപ്പാത്ര വലതുകൈ പിടിച്ചുകൊണ്ട് മാടിക്കായി ഭയപ്പെടേണ്ട പോന്നോളൂ എന്നെല്ലാം ഇടക്ക് പറയുന്നുണ്ട്. ഇടക്ക് വിഷമില്ലാത്ത എങ്ങനെ കയറാൻ കഴിയും? എങ്കിലും അവൾ എന്നാൽ കുഞ്ഞിപ്പാത്ത പൊയ്ക്കോളെന്ന് കയറാൻ വേണ്ടിയിട്ട് അയാൾ കൈ പിടിച്ചു കൊടുത്തു. പെട്ടെന്ന് കുഞ്ഞിപ്പാത്തുമ്മയെ പിടിച്ച് കയറ്റുന്നു. എന്നാൽ ഇനി കുഞ്ഞിപ്പാത്തുമ്മ പൊയ്ക്കോളൂ എന്ന് പറയുന്നു എന്ന് ചിരിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ തോട്ടിലേക്ക് ചാടി അപ്പുറത്തൂടെ അങ്ങ് നടന്നുപോയി. കുഞ്ഞിപ്പാത്തുമ്മ പിന്നീട് പോകുന്നത് കിനാവിലെന്ന പോലെ അവളുടെ ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കും അവൾക്ക് തോന്നി. ഉള്ളു നിറയെ സന്തോഷവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ. ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഈ ഒരു പാഠഭാഗത്ത് ലാസ്റ്റ് എന്താ പറഞ്ഞത്? ആ ഒരു നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുഞ്ഞിപ്പാത്തുമ്മയുടെ തോട്ടിൽ നിന്ന് കുഞ്ഞിപ്പാത്തുമ്മയെ രക്ഷിച്ച് കടന്ന് അദ്ദേഹത്തിന്റെ വഴിക്ക് പോവുകയാണ്. കുഞ്ഞിപ്പാത്തുമ്മ തിരിച്ചു പോകുമ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഒരു പ്രകാശം ഉണ്ടായെന്നാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു എന്താണ്, നമ്മുടെ ആസ്വാദനക്കുറിപ്പുമാണ്. ഓരോ ചോദ്യങ്ങൾ ആൻസറും ഇല്ല. ആ യുവാവിന് ധരിച്ച ഷർട്ടിന് യുവാവിന്റെ ഒരു വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു? കുഞ്ഞിപ്പാത്തുമ്മ നന്മയുള്ളവളാണെന്ന് പറയാൻ കാരണം എന്താണ്? പിന്നെ അവസാനം കുഞ്ഞിപ്പാത്തുമ്മയുടെ മനസ്സിലൊരു പ്രകാശം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അല്ലേ? പിന്നെ കുഞ്ഞിപ്പാത്തുമ്മയുടെ ചിന്ത എങ്ങനെയാണ്? അതിനൊക്കെ ആൻസർ മിസ് പറഞ്ഞു. ചിന്ത എന്തായിരുന്നു കുഞ്ഞിപ്പാത്തുമ്മയുടെ മനസ്സിൽ? അതായത് ഒരു പുരുഷന്റെ കയ്യിലേക്ക് വിവാഹപ്രായം എത്തിയ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം. അത് ആ ഒരു സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നു എന്ന് മുഹമ്മദ് ബഷീർ നമുക്ക് ആ ഒരു കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു കഥയിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഒന്നര പുറത്തിൽ കവിയാതെ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി എന്ത് എഴുതണം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ കുഞ്ഞിപ്പാത്തുമ്മ നമ്മുടെ കഥാപാത്രം, കുഞ്ഞിപ്പാത്തുമ്മ 2 കുരുവിക്കുഞ്ഞുങ്ങളുടെ വഴക്കും കുരുവിയെ രക്ഷിക്കുന്നതും ഒരാൾ വന്ന് കുഞ്ഞിപ്പാത്തുമ്മയെ തോട്ടിൽ നിന്ന് പിടിച്ചു കയറ്റുന്നതുമായ ചെറിയൊരു സാമൂഹിക പശ്ചാത്തലത്തോടുകൂടി വെറും സാധാരണക്കാരൻ്റെ ഭാഷയോടുകൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കഥയാണ് എൻ്റെ ഉപ്പൂപ്പക്കൊരാനുണ്ടായിരുന്നുള്ള കഥ. ഓക്കെ.